നേമത്ത് കോൺഗ്രസ് ശക്തമല്ലാത്ത തെറ്റിദ്ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മാറുമെന്ന് UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ. പുറത്തു വരാനിരിക്കുന്നത് മികച്ച പട്ടികയാണ്. പ്രശ്നങ്ങളില്ലാതെ എന്ത് കോൺഗ്രസ് എന്നും ശബരിനാഥൻ ചോദിച്ചു. നേമം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണവുമായി സജീവമാണ്. ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പമുള്ളത് UDFന്റെ സ്ഥാനാർത്ഥി KS ശബരിനാഥനാണ്. തെരഞ്ഞെടുപ്പ് 100% വിജയപ്രതീക്ഷ തന്നെ. ഇവിടെയുള്ള നിയമത്തിന് UDFന് നല്ല കരുത്തുണ്ട്. ഇവിടെ ചില തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് നിയമത്തെക്കുറിച്ചുണ്ട്. ഇത്തവണ തെറ്റിദ്ധാരണകൾ മാറും. ശരിയായ ധാരണയിൽ അഭിമാനത്തോടെ ഇവിടെ UDF നിയമം തിരുത്തുകയും ചെയ്യും, UDF വിജയിക്കുകയും ചെയ്യും. ഈ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെ പടലപ്പിണക്കങ്ങളാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം എത്രയോ ആളുകൾ വിട്ടുപോയി. നിങ്ങൾ ആലോചിക്കൂല, LDFന്റെ മോസ്കോ ആയിട്ടുള്ള ഈ പറഞ്ഞ പയ്യന്നൂർ അസംബ്ലിയിലും തളിപ്പറമ്പ് അസംബ്ലിയിലും ഒക്കെ ഇവിടെ റിബലുകൾ വരികയാണ്. LDFന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ച് പോവുകയാണ്. ഈ മയിലടക്കം, ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ്, മയിലൊക്കെ അടക്കമുള്ള പ്രദേശത്തെ പ്രശ്നങ്ങൾ, ആന്തൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ രാജിവെച്ച് പോവുകയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാക്കും. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നില്ല, അവർ ഘടകകക്ഷി പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്തായാലും പട്ടിക വരുന്നതോടുകൂടി വളരെ ക്ലീനായിട്ടുള്ള ഒരു നല്ല പട്ടിക UDFനുണ്ടാകും. അതൊന്നൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. മറ്റേത് പ്രദേശത്തെയും ഇലക്ഷൻ പോലെ അല്ല നേമത്ത്. അപ്പോൾ നേമത്ത് ഞാൻ വിജയിച്ചു വരണം എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ്, കേരളം നിലനിൽക്കുന്നതിൻ്റെ ആവശ്യമാണ്. യഥാർത്ഥ കേരള സ്റ്റോറി മനസ്സിലാക്കേണ്ട ആവശ്യം നേമം ഇവിടെ UDF ജയിക്കുമ്പോൾ ഉള്ളതാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അരുവിക്കരയിലും വട്ടിയൂർക്കാവിലും ഈ നേമത്തും എല്ലാം കൈപ്പറ്റി തന്നെ വിജയിക്കും. അപ്പോൾ അരുവിക്കരയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല? പാർട്ടി എന്നോട് കോർപ്പറേഷനിൽ പോകാൻ പറഞ്ഞു. ഞാൻ BJP ലോക്സഭാ ഇലക്ഷൻ 600 വാർഡിന് ലീഡ് ചെയ്ത വാർഡിലാണ് ഞാൻ മത്സരിച്ച് വിജയിച്ചത്. പാർട്ടി എനിക്കൊരു ദൗത്യം ഇവിടെ വരാൻ പറഞ്ഞു, ആ ദൗത്യം നിർവഹിക്കും. അതേ, നേമത്ത് വലിയ ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ ശക്തമായ മത്സരമായതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും വലിയ ത്രില്ലിലാണെന്ന് കൂടെ തന്നെ പറയാം. ക്യാമറ പേഴ്സൺ രതീഷ് കട്ടേലയ്ക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.